ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം സുധീഷ്. അപ്പോൾ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് ഞാൻ ആത്മഹത്യയെ കുറിച്ചിട്ടാണ്. ചെറിയ പിള്ളേരൊക്കെ ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പെൺകുട്ടികളും ആൺകുട്ടികളും അങ്ങനെ കുറേ ആൾക്കാർ, കൂടുതൽ ചെറുപ്പക്കാർ. എനിക്ക് അവരോടൊക്കെ പറയാൻ അങ്ങനെ, പക്ഷേ അതിന് മുന്നേ നമ്മളെ ഫാമിലീസിനെ കുറിച്ചൊന്ന് ചിന്തിക്കുക. ഫസ്റ്റ് അതാണ് വേണ്ടത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് അങ്ങനെ ആരോടും ഒന്നും ഷെയർ ചെയ്യാനില്ല, നിങ്ങളെ മനസ്സിലെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഷെയർ ചെയ്യാനില്ലെങ്കിൽ നിങ്ങൾ കൂടുതലും അങ്ങനത്തെ ആൾക്കാരാണ്, ഈ മനസ്സ് തുറന്നൊന്നും സംസാരിക്കാൻ പറ്റാത്ത ആൾക്കാർക്കാണ് കൂടുതലും ഇങ്ങനത്തെ ചിന്താഗതി മറ്റു കാര്യങ്ങളൊക്കെ വരിക. മനസ്സിലുള്ള എന്ത് കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കുന്ന ഒരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാർ, അത് കേൾക്കാനും ഉള്ള ആൾക്കാർ വേണം. പരിഹാരത്തിനല്ല. ചിലപ്പോൾ ഇങ്ങനെ ആത്മഹത്യക്കൊക്കെ ഒരു ഇതിൽ നിൽക്കുന്ന ഒരാൾ ചിലപ്പോൾ ഒരു കാര്യം നമ്മളോട് സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അയാൾക്ക് അതൊന്നും വേണ്ട, അതൊക്കെ വിട്ട് കളയുന്നുള്ളൊരു വാക്കുകൾ പറഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു വാക്കുകൊണ്ട് ചിലപ്പോൾ അല്ലെങ്കിൽ ഞാനില്ലട കൂടെ എന്തിനാണ് അങ്ങനെ ഇതാവുന്നതൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പല ബന്ധങ്ങളും ചില ജീവനുകളും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും. കുറേ കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനത്തെ ചിന്തകളൊക്കെ ചെയ്ത് മണ്ടൻ ചിന്തകളാണെന്ന് തോന്നും. അപ്പോൾ ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്ക് കൂട്ടുകെട്ട് കുറവായത് കൊണ്ടാണോ എന്താണോ എന്നറിയില്ല, കുറേ പിള്ളേരൊക്കെ ചില സാഹചര്യം കൊണ്ടും മറ്റും കൊണ്ടൊക്കെ ആത്മഹത്യക്കൊക്കെ ശ്രമിക്കുന്നുണ്ട്. അതൊന്നും നല്ലതല്ല. നമുക്ക് ജീവിതം ഒന്നേ ഉള്ളൂ, അടിച്ചു പൊളിക്കുക. അപ്പോൾ ജീവിതത്തിലെ പല സന്തോഷങ്ങളും നമ്മൾ കണ്ടെത്തുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മറക്കും. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങനത്തെ ഒരു ചിന്ത വരുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു യാത്രയെങ്കിലും നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനത്തെ സംഭവങ്ങളിൽ നിന്നൊക്കെ കുറച്ചൊരു മാറ്റം കിട്ടും. നമ്മളൊരു അഡ്വൈസാണ്, നിങ്ങൾ ഇങ്ങനത്തെ ചിന്തകളൊന്നും ഉള്ളിൽ കൊണ്ടു നടക്കണ്ട. പറ്റാവുന്നതാണെങ്കിൽ പരമാവധി ഒരാളോട് ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഒരു യാത്ര പോവുക. നമ്മളുടെ മൈൻഡിൽ ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മറക്കുക. ഇങ്ങനൊരു സംഭവമില്ല. പിന്നൊന്ന്, നമ്മൾ ഇത് ചിന്തിക്കുന്നതിനെക്കാട്ടി മുന്നേ ഈ ഒരു ദിവസം കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം തീർന്ന് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു മൈൻഡ് സെറ്റാക്കി വെക്കുക. ഇതൊരു ചെറിയ പ്രശ്നം, അത് തീരും, അതിനിപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യണ്ട എന്നുള്ളൊരു മൈൻഡും കൂടി നമ്മൾ ചെയ്യുക. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഒരിക്കൽ കൂടി നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പോരാത്തതിന് ഇങ്ങനത്തെ പ്രവണതകളിലേക്ക് പോവാതെ ആരോടെങ്കിലൊക്കെ പരസ്പരം ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോസുമായിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ.